KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ ആൾക്കാർക്ക് അവസരം നൽകണമെന്ന് VM സുധീരൻ. ഉമ്മൻചാണ്ടി മത്സരിക്കുന്നത് ഉചിതമായിരിക്കുമെന്നും VM സുധീരൻ. നാടിന്റെ സമാധാനം സംരക്ഷിക്കാൻ ജനജാഗ്രതയുമായി CPIM ജില്ലാ കമ്മിറ്റി 27, 28, 29 തീയതികളിലാണ് ജാഥ നടത്തുന്നത്. മഞ്ചേശ്വരം ബായാറിൽ കട കുത്തി തുറന്ന് 2 ലക്ഷത്തോളം രൂപയുടെ കുരുമുളകും അടക്കയും കവർന്നു. ബായാർ സ്വദേശി അബ്ദുൾ റഹ്മാന്റെ കടയിലാണ് കവർച്ച നടന്നത്. ഫാസിസ്റ്റ് ഭീകരതയ്ക്കെതിരെ മുസ്ലിം ലീഗ് മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി ബന്ദിയോട് ടൗണിൽ ജനജാഗ്രതാ സദസ്സ് നടത്തി. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി MP ഉദ്ഘാടനം ചെയ്തു. ഉപ്പള റെയിൽവേ സ്റ്റേഷൻ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ നടത്തുന്ന അനിശ്ചിതകാല സമരം 24 ദിവസം പിന്നിട്ടു. ഉപ്പള റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടണമെന്നത് അധികൃതരുടെ വെറും വ്യാമോഹം മാത്രമാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി MP. ജില്ലയിൽ തീരസുരക്ഷാ പരിശോധന പദ്ധതി തുടങ്ങി. സീ വിജിൽ എന്ന പേരിലാണ് പരിപാടി. കടൽ വഴിയെത്തുന്ന ഭീകരപ്രവർത്തകരെ നേരിടുന്നതിന്റെ മോക്ക് ഡ്രില്ലും നടത്തും. മഹാത്മാഗാന്ധിയുടെ 150ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി നീലേശ്വരത്ത് ബാപ്പു ഖഗോൽ മേള, ശില്പശാല, വാനനിരീക്ഷണം എന്നിവയായിരുന്നു പരിപാടികൾ. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി മത്സരിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് VM സുധീരൻ. സ്ഥാനാർത്ഥി ചർച്ചകൾ നടന്നിട്ടില്ല, മത്സരിക്കാനില്ലെന്നതാണ് തന്റെ നിലപാട്. പുതിയ ആൾക്കാർക്ക് അവസരം നൽകണമെന്നും VM സുധീരൻ കാസർഗോട്ട് പറഞ്ഞു. അല്ല, ഉമ്മൻചാണ്ടിയൊക്കെ മത്സരിക്കുന്നത് നല്ലതാണെന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. പക്ഷേ ഇതേ സംബന്ധിച്ചൊക്കെ ഒരു ചർച്ച തുടങ്ങിയിട്ടില്ല. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയും കോൺഗ്രസ് ഹൈക്കമാൻഡും ഉമ്മൻചാണ്ടി തന്നെയാണ് ഈ കാര്യത്തിൽ അന്തിമമായ തീരുമാനമെടുക്കേണ്ടത്. അല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് സമയം വരുമ്പോൾ ഐക്യമുന്നണി സംവിധാനത്തിൽ അത് ഇടതുമുന്നണിയായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായാലും ഐക്യജനാധിപത്യ മുന്നണിയായാലും മറ്റു മുന്നണികളായാലും ഘടകകക്ഷികളൊക്കെ അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കുക സ്വാഭാവികമാണ്. അതിലൊന്നും അസാധാരണമായ എന്തെങ്കിലും ഇല്ല. പക്ഷേ അവർക്ക് തന്നെ അറിയാം അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് അങ്ങനെ പറയുന്ന ആളുകൾക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. പക്ഷേ ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിട്ടുള്ള രീതി പോലെ തന്നെ എല്ലാവരുമായി സംസാരിച്ച് അതെല്ലാം വളരെ ഭംഗിയായ രീതിയിൽ മുന്നോട്ട് പോകും. ഇല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ നേരത്തെ തന്നെ എൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ 2009 തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള പല തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ എൻ്റെ പേര് ഉയർന്നു വന്നിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ കൃത്യമായി മത്സരരംഗത്തില്ല എന്നുള്ള കാര്യം അവരൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. 2004 തന്നെ അന്ന് എൻ്റെ പേര് പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് അന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് കത്തെഴുതി കൊടുത്തു വന്നതാണ്. പിന്നീട് അവരുടെ നിർബന്ധത്തിൻ്റെ ഫലമായിട്ടാണ് മത്സരിക്കേണ്ടി വന്നത്. പക്ഷേ പിന്നീട് 2009 ഹൈക്കമാൻഡ് തന്നെ ഈ കാര്യത്തിൽ പ്രത്യേക താല്പര്യമെടുത്തിരുന്നു. പക്ഷേ ഞാൻ മറ്റൊന്നും കൊണ്ടല്ല, ഹൈക്കമാൻഡിനോടുള്ള എല്ലാ ആദരവും സ്നേഹവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്, പുതിയ ആളുകൾ വരട്ടെ, പുതിയ ആളുകൾ പരമാവധി വരുന്നതാണ് ഏറ്റവും നല്ലത്. പഴയ ആളുകൾ വേണം, പരിചയസമ്പന്നർ വേണം, ജനസ്വീകാര്യതയുള്ളവർ വേണം. അതോടൊപ്പം തന്നെ പാർലമെൻ്റ് ആയാലും നിയമസഭയായാലും പുതിയ ആളുകൾക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടണം, യുവാക്കൾക്ക് കൂടുതൽ അവസരം കിട്ടണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. നാടിന്റെ സമാധാനം സംരക്ഷിക്കാൻ ജനജാഗ്രതയുമായി CPIM ജില്ലാ കമ്മിറ്റി 27, 28, 29 തീയതികളിലാണ് ജാഥ നടത്തുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി CPM നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാടിന്റെ സമാധാനം സംരക്ഷിക്കുവാൻ, വർഗീയതയെ ഒറ്റപ്പെടുത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ജനജാഗ്രത യാത്ര നടത്തുന്നത്. ജാഥയുടെ ഉദ്ഘാടനം 27-ന് മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം P. കരുണാകരൻ MP നിർവഹിക്കും. ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ ജാഥ ലീഡറുമായ ജാഥ 29-ന് തൃക്കരിപ്പൂരിൽ സമാപിക്കും. ജാഥയിൽ CPMന്റെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. CPMന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ജാഥ
ജനജാഗ്രതാ ജാഥ എന്ന പേരിൽ ജില്ലയിൽ നടത്തണമെന്നാണ് പാർട്ടി തീരുമാനിച്ചത്. 27-ാം തീയതി ഹൊസങ്കടിയിൽ വെച്ച് ഈ ജാഥ നമ്മുടെ MP സ്കൗട്ട് P. കരുണാകരൻ ഉദ്ഘാടനം ചെയ്യും. 28-29 തീയതികളിലാണ് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഈ ജാഥ പര്യടനം നടത്തി 29-ാം തീയതി തൃക്കരിപ്പൂരിൽ ജാഥ സമാപിക്കും. CPM നേതാക്കളായ MV ബാലകൃഷ്ണൻ, CH കുഞ്ഞമ്പു, KR ജയാനന്ദ, മുഹമ്മദ് ഹനീഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മഞ്ചേശ്വരം ബായാറിൽ കട കുത്തിത്തുറന്ന് കവർച്ച. ബായാർ സ്വദേശി അബ്ദുൾ റഹ്മാന്റെ കടയിലാണ് കവർച്ച നടന്നത്. 2 ലക്ഷത്തോളം രൂപയുടെ കുരുമുളകും അടക്കയും നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കട കുത്തിത്തുറന്ന് കവർച്ച നടത്തിയത്. സമീപകാലത്ത് സ്ഥാപിച്ച ബായാർ എയ്ഡ് പോസ്റ്റിന് 1.5 കിലോമീറ്റർ അകലെയാണ് കവർച്ച നടന്ന കട. സ്ഥിരമായ പോലീസ് സാന്നിധ്യമുണ്ടായിട്ടും കടയിൽ കവർച്ച നടന്നത് പരിസരവാസികളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. നേരത്തെയും ഈ പ്രദേശത്ത് കവർച്ചാ ശ്രമങ്ങൾ നടന്നിട്ടുള്ളതായി പരിസരവാസികൾ പറഞ്ഞു. കവർച്ച നടന്ന കടയിൽ നിന്ന് 2 ലക്ഷത്തോളം രൂപയുടെ അടയ്ക്കയും കുരുമുളകും നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്നു. സംഭവത്തിൽ കടയുടമ അബ്ദുൾ റഹിമാന്റെ പരാതിയിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക് KCN. മഞ്ചേശ്വരം മണ്ഡലത്തെ കലാപഭൂമിയാക്കാനുള്ള BJP RSS സംഘപരിവാർ സംഘടനകളുടെ ഗൂഢനീക്കത്തിനെതിരെയും ഫാസിസ്റ്റ് ഭീകരതയ്ക്കെതിരെയും മുസ്ലിം ലീഗ് മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനജാഗ്രതാ സദസ്സ് നടത്തി. ബന്ദിയോട് ടൗണിൽ സംഘടിപ്പിച്ച പരിപാടി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി MP ഉദ്ഘാടനം ചെയ്തു. ഹർത്താൽ ദിനത്തിൽ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ബായാർ കുതിരടുക്കയിലെ അബ്ദുൽ കരീം മുസ്ലിയാരെ ബായാർ മുളിഗദ്ദയിൽ വെച്ച് വധിക്കുവാൻ ശ്രമിച്ച മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും പ്രതികളെ പിടികൂടുന്നതുവരെ നീതിക്ക് വേണ്ടി മുസ്ലിം ലീഗ് ഒറ്റക്കെട്ടായി നിയമ പോരാട്ടം നടത്തുമെന്നും ജനജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വേര് അറ്റുപോയി എന്ന് BJPക്ക് നന്നായിട്ട് അറിയാം. വേരറ്റ ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വടവൃക്ഷമായി ഈ വരുന്ന മെയ് മാസത്തോടുകൂടി കടപൊഴുങ്ങി വീഴുന്ന ഒരു മരം മാത്രമാണ് ഇന്ന് അവിടെ ഉള്ളത്. നോട്ട് നിരോധനമൊക്കെ ആദ്യമൊക്കെ വലിയ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു, വലിയ വർത്താനം പറഞ്ഞ് വലിയ ഹോപ്പ് കൊടുത്ത് സ്റ്റേജ് നിറഞ്ഞു നിന്ന് സംസാരിച്ചു മോഡിയൊക്കെ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഈ വർത്താനം തന്നെ ഉള്ളൂ, ഈ പ്രസംഗം തന്നെ ഉള്ളൂ, അതിൻ്റെ മേപ്പട്ടും ഇല്ല കീഴ്പോട്ടും ഇല്ല എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി. മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് TA മൂസ അധ്യക്ഷത വഹിച്ചു. ഷാഫി ചാലിയം മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് അലി, ജില്ലാ പ്രസിഡന്റ് MC കമറുദ്ദീൻ, ജനറൽ സെക്രട്ടറി A അബ്ദുൽ റഹിമാൻ, NA നെല്ലിക്കുന്ന് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി AKM അഷ്റഫ്, ജില്ലാ മുസ്ലിം ലീഗ് ഭാരവാഹികളായ കല്ലട്ര മാഹിൻ ഹാജി, അസീസ് മരിക്കെ, മൂസ B ചെർക്കള, PM മുനീർ ഹാജി, യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി TD കബീർ, യൂത്ത് ലീഗ് മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് UK സൈഫുല്ല തങ്ങൾ, ജനറൽ സെക്രട്ടറി ഗോൾഡൻ റഹ്മാൻ, അബ്ദുൽ റഹിമാൻ ബന്ദിയോട്, MB യൂസഫ്, VP അബ്ദുൽ ഷുക്കൂർ ഹാജി, M അബ്ബാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന ഉപ്പള റെയിൽവേ സ്റ്റേഷൻ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ മഞ്ചേശ്വരം താലൂക്ക് കമ്മിറ്റി നടത്തുന്ന അനിശ്ചിതകാല സമരം 24 ദിവസം പിന്നിട്ടു. 24ാം ദിന സമരം PK കുഞ്ഞാലിക്കുട്ടി MP ഉദ്ഘാടനം ചെയ്തു. ഉപ്പള റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടാമെന്നത് അധികൃതരുടെ വെറും വ്യാമോഹം മാത്രമാണെന്നും അത്തരം നടപടികളെ ശക്തമായി എതിർക്കുമെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് PK കുഞ്ഞാലിക്കുട്ടി MP പറഞ്ഞു. ഇത് സംബന്ധിച്ച് സമരസമിതി നേതാക്കളോടൊപ്പം കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കാണുമെന്നും സമരത്തിന് മുസ്ലിം ലീഗിന്റെ പൂർണ്ണ പിന്തുണ അറിയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്നുള്ള നിലയിൽ ഉപ്പള റെയിൽവേ സ്റ്റേഷന്റെ വിഷയം ഞങ്ങൾ മന്ത്രിയായും ബാക്കിയുള്ളവരുമായും ചർച്ച ചെയ്യുകയും വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും എന്ന് ഈ സന്ദർഭത്തിൽ ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഈ കാലത്ത് ഉള്ള റെയിൽവേ സ്റ്റേഷൻ്റെ സൗകര്യം കൂട്ടുകയും ട്രെയിനുകളുടെ എണ്ണം കൂട്ടുകയും ആധുനികവൽക്കരണം ഉറപ്പുവരുത്തുകയൊക്കെ ചെയ്യുക എന്നല്ലാതെ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്, നഗരം, അതിന് ഉള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് ഒരു നിലക്കും അംഗീകരിക്കാൻ സാധിക്കുകയില്ല. നമ്മളതിനെ ശക്തിയുക്തം എതിർക്കേണ്ടതാണ്.
ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കൂക്കൽ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KB മുഹമ്മദ് കുഞ്ഞി, NA നെല്ലിക്കുന്ന് MLA, മുൻമന്ത്രി CT അഹമ്മദ് അലി, കല്ലട്ര മാഹിൻ ഹാജി, TA മൂസ, UK യൂസഫ്, ഹാഷിം ബംബ്രാണി, ജമീല അഹമ്മദ്, നാസർ ചെർക്കളം, മെഹമ്മൂദ് കൈക്കമ്പ, കോസ്മോസ് ഹമീദ്, രാഘവ ചേരാൽ, ഷെരീഫ് മുഗു, അബു തമാം, ഗോൾഡൻ റഹ്മാൻ, മജീദ് പച്ചമ്പളം, കൊട്ടാരം അബൂബക്കർ, ബദ്രുദ്ദീൻ KM, K ഇബ്രാഹിം മോമിൻ, ഉഷ എന്നിവർ സംസാരിച്ചു. സമരസമിതി ചെയർമാൻ KF ഇക്ബാൽ ഉപ്പള, PK കുഞ്ഞാലിക്കുട്ടി MPക്ക് ആവശ്യങ്ങളടങ്ങിയ നിവേദനം സമർപ്പിച്ചു. ഉപ്പളയിലെ ഹനഫി വിഭാഗക്കാരുടെ ദീർഘനാളത്തെ സ്വപ്നം പൂവണിയുന്നു. ഉപ്പള അഹ്ലുൽ സുന്നത്ത് ഹനഫി ജമാഅത്തിന്റെ കീഴിൽ തുടങ്ങുന്ന നൂറുൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം പ്രീ സ്കൂളിന്റെ ലോഗോ പ്രകാശനവും ഓഫീസ് ഉദ്ഘാടനവും പ്രൗഢമായ ചടങ്ങിൽ നടന്നു. സ്കൂളിന്റെ ലോഗോ പ്രകാശനവും ഓഫീസ് ഉദ്ഘാടനവും ഹാജി BS അബ്ദുൽ റഹ്മാൻ നിർവഹിച്ചു. फाउंडेशन बनाने तो कुछ भी नहीं होता, फाउंडेशन होना है। इल्म है तो अभी जो अशरफ ने बताया, हम कुछ भी कर सकते हैं, आगे बढ़ सकते हैं, मालूमात है जब बढ़िया कर सकते हैं, किसी के पास जाने की जरूरत नहीं है। वही बोला देखो, एक साल पहले, बहुत साल पहले अशरफ का अब्बा जो टेलर टाइपिस्ट अब्बा का नाम मशहूर, कुछ भी काम के लिए उनका जाना पड़ता था। आज ऐसा नहीं है, हम लोग के पास है। अभी हम लोग जहाँ इंग्लिश मीडियम चालू करते हैं. BS ബഷീർ അഹമ്മദ് സ്കൂളിലേക്കുള്ള പ്രവേശനത്തിന്റെ ആദ്യ ആപ്ലിക്കേഷൻ വിതരണം ചെയ്തു. ചടങ്ങിൽ സമീർ അംബാർ, സയ്യിദ് മുഹമ്മദ് റഫീഖ്, അസീസ് മണിമുണ്ട, ഹാജി ഹുസൈൻ KS തുടങ്ങിയവർ പങ്കെടുത്തു. 5000-ഓളം ഹനഫി കുടുംബങ്ങൾ താമസിക്കുന്ന ഉപ്പള ഭാഗത്ത് ജമാഅത്തിന്റെ കീഴിൽ ഇത്തരമൊരു വിദ്യാലയം യാഥാർത്ഥ്യമാകുന്നതോടെ ഇവരുടെ ദീർഘനാളത്തെ സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് KCN. ജില്ലയിൽ തീരസുരക്ഷാ പരിശോധന പദ്ധതി തുടങ്ങി. സീ വിജിൽ എന്ന പേരിലാണ് പരിപാടി. കടൽ വഴിയെത്തുന്ന ഭീകരപ്രവർത്തകരെ നേരിടുന്നതിന്റെ മോക്ക് ഡ്രില്ലും നടത്തും. രാജ്യത്തെ തീരസുരക്ഷാ പരിശോധന പദ്ധതിക്ക് ജില്ലയിൽ തുടക്കം. ഭീകരപ്രവർത്തനങ്ങൾക്കായി കടൽ വഴിയെത്തുന്ന ഭീകരപ്രവർത്തകരെ നേരിടുന്നതിന്റെ മോക്ക് ഡ്രില്ലാണ് നടക്കുന്നത്. കടലിലും തീരദേശത്തും പോലീസിന്റെ ശക്തമായ സാന്നിധ്യം കണ്ടതോടെ സംഭവം എന്തെന്നറിയാതെ കുറച്ചു സമയം നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും ഭയപ്പാടിലായി. തീരദേശ പോലീസ്, തീരദേശത്തെ ലോക്കൽ പോലീസ്, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങി തീരദേശ പ്രദേശവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഏകോപിപ്പിച്ചാണ് പരിശോധന. ജില്ലാ പോലീസ് മേധാവി ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ തീരദേശ പോലീസ് CIമാരായ S നന്ദകുമാർ, സിബി തോമസ്, സുരേഷ് കുമാർ എന്നിവരാണ് ജില്ലയിലെ സീ വിജിൽ നിയന്ത്രിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കടലിലും നീലേശ്വരം അഴിമുഖത്തും തീരദേശ പോലീസിന്റെ നേതൃത്വത്തിൽ 6 ബോട്ടുകളിലായാണ് പരിശോധന നടത്തുന്നത്. നീലേശ്വരം അഴിമുഖം വഴി മടക്കര മത്സ്യബന്ധന തുറമുഖത്ത് ബോട്ടുകൾ, വള്ളങ്ങൾ എന്നിവ വഴിയെത്തുന്നവരെ പിടികൂടാനായി ബോട്ടുകളും വള്ളങ്ങളും അഴിമുഖത്ത് തടഞ്ഞുവെച്ച ഇതിലെ തൊഴിലാളികളെ അടക്കം വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തീരദേശത്തെ പല കേന്ദ്രങ്ങളിലും കൃത്രിമ ആക്രമണങ്ങൾ നടത്തും. തീരദേശത്തും കടലിലും വിന്യസിച്ച സേനാ വിഭാഗങ്ങൾ ഇതിനെ എങ്ങനെ നേരിടുമെന്നും നിരീക്ഷിക്കുകയും ചെയ്യും. മഹാത്മാഗാന്ധിയുടെ 150-ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി നീലേശ്വരത്ത് ബാപ്പു ഖഗോൽ മേള നടത്തി. ശില്പശാല, വാനനിരീക്ഷണം എന്നിവയായിരുന്നു പരിപാടികൾ. നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്റർനാഷണൽ ട്രസ്റ്റ് ഫോർ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്, പയ്യന്നൂർ ഫോക്ലാൻഡ്, രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവ സംയുക്തമായാണ് ബാപ്പു ഖഗോൽ മേള സംഘടിപ്പിച്ചത്. ന്യൂഡൽഹിയിലെ നെഹ്റു പ്ലാനറ്റോറിയത്തിന്റെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികൾക്കായുള്ള വാനനിരീക്ഷണ ഉപകരണ നിർമ്മാണ പരിശീലനമാണ് പകൽ നടന്നത്. നീലേശ്വരം നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധിയുടെ 150-ാം ജന്മവാർഷികം പ്രമാണിച്ച് അദ്ദേഹത്തിന് ഏറെ താല്പര്യമുള്ള വാനനിരീക്ഷണം കുട്ടികൾക്ക് പകർന്നുകൊടുക്കുക എന്നതായിരുന്നു ഖഗോൽ മേളയുടെ ലക്ഷ്യം. സ്വാതന്ത്ര്യ സമര സേനാനി KR കണ്ണൻ വിശിഷ്ടാതിഥിയായി. ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് കൺവീനർ ഡോക്ടർ V ജയരാജൻ അധ്യക്ഷത വഹിച്ചു. നീലേശ്വരം നഗരസഭ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PP മുഹമ്മദ് റാഫി, കൗൺസിലർ KP കരുണാകരൻ, റിട്ടയർഡ് DO KV രാഘവൻ, സ്കൂൾ മാനേജർ TC ഉദയവർമ്മ രാജ, PTA പ്രസിഡന്റ് മടിയൻ ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് KV നരേന്ദ്രൻ, വിശ്വാസ് പള്ളിക്കര, മദർ PTA പ്രസിഡന്റ് ഷീജ അരവിന്ദൻ, സ്കൂൾ പ്രിൻസിപ്പൽ P ഷാജി എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക കലാശ്രീധർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി P പ്രദീപ് കുമാർ നന്ദിയും പറഞ്ഞു. കുട്ടികൾ നിർമ്മിച്ച വാനനിരീക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിച്ച രാത്രി വാനനിരീക്ഷണവും നടത്തി. അപ്സറ പബ്ലിക് സ്കൂളിലെ വാർഷികാഘോഷ പരിപാടികൾ 28 മുതൽ ഫെബ്രുവരി 6 വരെ നടക്കും. കോൺഫാബ് 2019 എന്ന പേരിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ആഘോഷ പരിപാടികളുടെ ആരംഭ ദിവസമായ 28-ന് വൈകുന്നേരം 5:30-ന് പ്രശസ്ത മജീഷ്യനും യുനിസെഫ് അംബാസിഡറുമായ ഗോപിനാഥ് മുതുകാട് അവതരിപ്പിക്കുന്ന മാജിക് പ്രദർശനവും രക്ഷകർതൃ ബോധവൽക്കരണവും നടക്കും. കുട്ടികളുടെ പഠനം, അച്ചടക്കം, സ്വഭാവ രൂപീകരണം, സമൂഹ മാധ്യമങ്ങളുടെ ദുരുപയോഗം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി മാജിക്കിലൂടെ കുട്ടികളെയും രക്ഷകർത്താക്കളെയും ബോധവൽക്കരിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. പ്രവേശനം പാസ് മൂലം നിയന്ത്രിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം, കുട്ടികൾക്കായുള്ള സാഹസിക യാത്ര, കുടുംബ സംഗമം, ഇന്റർനെറ്റിനെ അറിയുക, LKG മുതൽ 2ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ നൃത്ത വിസ്മയം, വിജ്ഞാന മത്സരങ്ങൾ, അറിവിൻ്റെ കൊയ്ത്തുത്സവം, മനസ്സുകളുടെ സംയോജനം എന്നീ പരിപാടികളും സംഘടിപ്പിക്കും. 29-ന് നടക്കുന്ന കുട്ടികളുടെ കലാവിസ്മയം കാസർഗോഡ് ASP D ശില്പ IPS ഉദ്ഘാടനം ചെയ്യുമെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. കാസർഗോഡ് അപ്സര പബ്ലിക് സ്കൂൾ അതിൻ്റെ 16ാമത് വാർഷിക ആഘോഷ പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ട് 2 മാസം നീണ്ടു നിൽക്കുന്ന വിപുലമായ പ്രോഗ്രാംസിന് ഈ വരുന്ന തിങ്കളാഴ്ച 28 ഈവനിങ് 5:30-ക്ക് തുടക്കം കുറിക്കാം. പ്രശസ്ത മജീഷ്യൻ ആൻഡ് മോട്ടിവേറ്ററായി നമ്മുടെ ഇടയിൽ പ്രശസ്തനായ ഗോപിനാഥ് മുതുകാടാണ് പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് സെഷൻ നയിക്കുന്നത്. 29-ന് നടക്കുന്ന പ്രോഗ്രാം കാസർഗോഡ് ASP D ശില്പ IPS ആണ് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ അൻവർ അലി, PTA പ്രസിഡന്റ് MA ഹാരിസ്, അഡ്മിനിസ്ട്രേറ്റർ അഡ്വക്കേറ്റ് PPA സിദ്ദീഖ്, അധ്യാപകൻ Y രാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നഴ്സുമാർ ഉൾപ്പെടെ സ്വകാര്യ ആശുപത്രി ജീവനക്കാർക്ക് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്ത വേതനവും മറ്റ് ആനുകൂല്യങ്ങളും ആശുപത്രി മാനേജ്മെന്റുകൾ നിഷേധിക്കുന്നുവെന്നാരോപിച്ച് ഹോസ്പിറ്റൽ ആൻഡ് ഫാർമസി എംപ്ലോയീസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ രാപ്പകൽ സമരം സമാപിച്ചു. നഴ്സുമാർ ഉൾപ്പെടെ സ്വകാര്യ ആശുപത്രി ജീവനക്കാർക്ക് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്ത വേതനവും മറ്റ് ആനുകൂല്യങ്ങളും ആശുപത്രി മാനേജ്മെന്റുകൾ നിഷേധിക്കുന്നുവെന്നാരോപിച്ച് കാഞ്ഞങ്ങാട്ട് നടത്തിയ രാപ്പകൽ സമരം സമാപിച്ചു. CITUവിന്റെ നേതൃത്വത്തിൽ ഹോസ്പിറ്റൽ ആൻഡ് ഫാർമസി എംപ്ലോയീസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു രാപ്പകൽ സമരം നടത്തിയത്. സമാപന യോഗം CITU ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. K കമലാക്ഷൻ അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ VV രമേശൻ, കാറ്റാടി കുമാരൻ, A മാധവൻ, AK നാരായണൻ, C ശോഭലത, KV കുഞ്ഞികൃഷ്ണൻ, പ്രിയേഷ് കാഞ്ഞങ്ങാട്, C ലളിത, K ചന്ദ്രശേഖരൻ, KP ബാലൻ, AJ മേരി, VV കൃഷ്ണൻ, കൃഷ്ണൻ കുട്ടമത്ത, KV സുജാത തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ ഇക്കണോമിക്സ് അസോസിയേഷന്റെ പ്രവർത്തനം തുടങ്ങി. ഡോക്ടർ AC കുഞ്ഞിക്കണ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങളും വേദിയിലെത്തി. കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഇക്കണോമിക്സ് അസോസിയേഷൻ CK നായർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ AC കുഞ്ഞിക്കണ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. കൃഷി ചെയ്യാൻ താല്പര്യമില്ലാത്തവരുടെ കയ്യിലേക്ക് മാറിയ ഒരു അവസ്ഥയിലേക്ക് എത്തി. കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരിൽ നിന്ന് കൃഷി ചെയ്യാൻ താല്പര്യമില്ലാത്തവരുടെ കയ്യിലേക്ക് മാറിയ ഒരു അവസ്ഥ. അതിനൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം, വളരെ ലളിതമായിട്ടൊരു എക്സാമ്പിൾ. മുരിക്കൽ കേട്ടിട്ടുണ്ടോ? മുരിക്കല്ല, മുരിക്കൽ. മുരിക്കൽ എന്ന് പറയുന്ന ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം കോൾ ലാൻഡ് കേട്ടിട്ടുണ്ടോ? ചുറ്റൂർ കോൾ ലാൻഡ്. നെഹ്റു കോളേജിലെ എക്കണോമിക്സ് വിഭാഗം തലവൻ ഡോക്ടർ അശോകൻ അധ്യക്ഷനായി. ഇക്കണോമിക്സ് വിഭാഗം അധ്യാപകരായ ഡോക്ടർ വിനീഷ് കുമാർ, C വിജിന, കോളേജ് യൂണിയൻ ചെയർമാൻ ശരത് എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ സെക്രട്ടറി V ശ്രീലേഖ സ്വാഗതവും KP പ്രവീണ നന്ദിയും പറഞ്ഞു. എക്കണോമിക്സ് വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. കോട്ടച്ചേരി റെയിൽ മേൽപ്പാലം പണി പൂർത്തിയാക്കണമെന്ന ആവശ്യം കേരള NGO യൂണിയൻ ഹോസ്ദുർഗ് ഏരിയ 56ാം വാർഷിക സമ്മേളനം നടന്നു. കേരള NGO യൂണിയൻ ഹോസ്ദുർഗ് ഏരിയ 56ാം വാർഷിക സമ്മേളനം നടന്നു. ചെമ്മട്ടംവയൽ NGO ക്വാർട്ടേഴ്സ് പുതുക്കി പണിത കൂടുതൽ ക്വാർട്ടേഴ്സ് അനുവദിക്കുക, നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ പങ്കാളിയാവുക എന്നീ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഏരിയ പ്രസിഡന്റ് S കണ്ണൻ പതാക ഉയർത്തി. യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CS സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഏരിയ സെക്രട്ടറി PK വിനോദ്, ട്രഷറർ PV രഞ്ജിത്ത്, ഏരിയ ജോയിന്റ് സെക്രട്ടറിമാരായ C സന്ദീപ്, വിനോദ് കണ്ണോത്ത്, K അനിൽകുമാർ, K ഭാനുപ്രകാശ്, V ശോഭ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി സതീഷ് ബാബുവിനെയും വൈസ് പ്രസിഡന്റുമാരായി PK ഷൈനി, IK പ്രദീപ് കുമാർ എന്നിവരെയും സെക്രട്ടറിയായി PK വിനോദിനെയും ജോയിന്റ് സെക്രട്ടറിമാരായി വിനോദ് കണ്ണോത്ത്, C സന്ദീപ് എന്നിവരെയും ട്രഷററായി PV രഞ്ജിത്തിനെയും തെരഞ്ഞെടുത്തു.
വയോധികന്റെ നാവിനടിയിൽ നിന്നും പുറത്തെടുത്തത് 2.5 സെന്റിമീറ്റർ നീളമുള്ള കല്ല്. മാവുങ്കാൽ സഞ്ജീവനി ആശുപത്രിയിലാണ് അപൂർവമായ ശസ്ത്രക്രിയ നടന്നത്. നാവിന് അടിഭാഗത്തെ വേദന മൂലം ദുരിതമനുഭവിച്ച വയോധികന് ഡോക്ടർ ഗിരിധർ റാവു രക്ഷകനായി. പൂടങ്കല്ല് കുറിഞ്ഞിയിലെ കെ നാരായണന്റെ വായ്ക്കകത്ത് നിന്ന് പുറത്തെടുത്തത് 2.5 സെന്റിമീറ്റർ നീളമുള്ള കല്ല്. തൊണ്ടയോട് ചേർന്നുള്ള മുഴയും അസഹ്യമായ വേദനയും മൂലം നാരായണൻ നിരവധി ആശുപത്രികൾ കയറിയിറങ്ങിയിരുന്നു. തന്റെ വേദനയുടെ യഥാർത്ഥ കാരണം കണ്ടെത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. ഇക്കഴിഞ്ഞ ദിവസമാണ് സഞ്ജീവനി ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. ഡോക്ടർ ഗിരിധർ റാവു ആണ് നാരായണന്റെ ചികിത്സ ഏറ്റെടുത്തത്. ചികിത്സാവേളയിൽ പോലും അച്ഛൻ്റെ വായ്ക്കകത്ത് കല്ല് രൂപപ്പെട്ട കാര്യം അറിഞ്ഞിരുന്നില്ലെന്ന് മകൻ പറയുന്നു. അപ്പോൾ കുറച്ചിങ്ങനെ പഴുപ്പ് പോലെ കാണുന്നുണ്ട്, അപ്പോൾ നിങ്ങളൊന്ന് അഡ്മിറ്റ് ചെയ്യണം, പിന്നെ ചെറിയൊരു മുഴയുണ്ട്, അപ്പോൾ നമുക്കത് എന്താണെന്ന് നമുക്ക് സർജനെ കണ്ട് നമുക്ക് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റ് ചെയ്ത് സർജൻ പിന്നെ നമ്മൾ ഗിരിധർ സാറിനെ കണ്ടു. സാറ് പറഞ്ഞത് ചെറിയൊരു ബയോപ്സി, പിന്നെ ഒരു ചെറിയൊരു മുഴ പോലെ കാണുന്നുണ്ട്, അപ്പോൾ അതിനൊരു ബയോപ്സി വേണ്ടി വരും, അപ്പോൾ നമുക്കൊന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി അതിൻ്റെ ബയോപ്സി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്നത്. പക്ഷേ കയറ്റി കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴാണ് ഇത്രയും വലിയൊരു സ്റ്റോണുള്ള കാര്യം നമ്മൾ തന്നെ അറിയുന്നത്. കാരണം അതിൻ്റെ സൈസ് ഏകദേശം ഒരു 2.5 ഇഞ്ചിന് മേലെ വരികയാണ്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഈ ചുണ്ടമരലിൻ്റെ അത്ര വണ്ണം അത്ര പിന്നെ നീളം വരുന്നുണ്ട്. ശസ്ത്രക്രിയ വളരെ വിജയകരമായിരുന്നുവെന്ന് ഡോക്ടർ ഗിരിധർ റാവു പറഞ്ഞു. ഏറെക്കാലം സഹിച്ച വേദനകൾ മാറിയപ്പോഴും നാവിനടിയിൽ ഇത്തരമൊരു കല്ല് രൂപപ്പെട്ടത് എങ്ങനെയെന്ന് നാരായണന് ഇപ്പോഴും വ്യക്തമല്ല. വർഷങ്ങളായി നിലനിന്ന വേദന ഇല്ലാതായതിന്റെ ആശ്വാസത്തിലാണ് നാരായണൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ ആൾക്കാർക്ക് അവസരം നൽകണമെന്ന് VM സുധീരൻ. ഉമ്മൻചാണ്ടി മത്സരിക്കുന്നത് ഉചിതമായിരിക്കുമെന്നും VM സുധീരൻ. നാടിന്റെ സമാധാനം സംരക്ഷിക്കാൻ ജനജാഗ്രതയുമായി CPIM ജില്ലാ കമ്മിറ്റി. 27, 28, 29 തീയതികളിലാണ് ജാഥ നടത്തുന്നത്. മഞ്ചേശ്വരം ബായാറിൽ കട കുത്തി തുറന്ന് 2 ലക്ഷത്തോളം രൂപയുടെ കുരുമുളകും അടക്കയും കവർന്നു. ബായാർ സ്വദേശി അബ്ദുൾ റഹ്മാന്റെ കടയിലാണ് കവർച്ച നടന്നത്. ഫാസിസ്റ്റ് ഭീകരതയ്ക്കെതിരെ മുസ്ലിം ലീഗ് മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി ബന്ദിയോട് ടൗണിൽ ജനജാഗ്രതാ സദസ്സ് നടത്തി. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി MP ഉദ്ഘാടനം ചെയ്തു. ഉപ്പള റെയിൽവേ സ്റ്റേഷൻ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ നടത്തുന്ന അനിശ്ചിതകാല സമരം 24 ദിവസം പിന്നിട്ടു. ഉപ്പള റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടണമെന്നത് അധികൃതരുടെ വെറും വ്യാമോഹം മാത്രമാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി MP. ജില്ലയിൽ തീരസുരക്ഷാ പരിശോധന പദ്ധതി തുടങ്ങി. സീ വിജിൽ എന്ന പേരിലാണ് പരിപാടി. കടൽ വഴിയെത്തുന്ന ഭീകരപ്രവർത്തകരെ നേരിടുന്നതിന്റെ മോക്ക് ഡ്രില്ലും നടത്തും. മഹാത്മാഗാന്ധിയുടെ 150ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി നീലേശ്വരത്ത് ബാപ്പു ഖഗോൽ മേള, ശില്പശാല, വാനനിരീക്ഷണം എന്നിവയായിരുന്നു പരിപാടികൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.